ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ലീന. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാഗോ കസ്റ്റാർഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു സ്വീറ്റ് ഐറ്റമാണ്. അതായത് കസ്റ്റാർഡ് പൗഡർ, നമ്മുടെ ചൗവരിയില്ലേ, അതും കൂടെ ചേർന്നിട്ടുള്ള ഒരു മധുരമാണ്. ഇത് നമുക്ക് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചൗവരിയാണ്. 1/2 കപ്പ് ചൗവരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതൊരു 15 മിനിറ്റ് നമുക്ക് കുതിർക്കാനായിട്ട് ഇടണം. പിന്നെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ വേണം. ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 1/4 കപ്പ് പാലിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാലൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഒട്ടും കട്ട കാണല്ലേ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഇതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഇത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്ക് ചെയ്യാവേ. അത് എന്ത് ചെയ്താലും അത് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രമേ ഈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അടിയിൽ പാല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാലൊന്നും നല്ല ബോയിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഈ നമ്മുടെ കഴുകി കുതുക്കാനിട്ടിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചവ്വരി ചെറിയ പേളാണ്. ഇതിലൂടെ ഇച്ചിരി വലിയ പേളുള്ളതും വാങ്ങിക്കാൻ കിട്ടും. ഇത് ചെറിയ പേളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കണ്ടോ വെന്ത് കുറുകി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. 1/2 മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം. അതായത് നമ്മുടെ മധുരത്തിനനുസരിച്ച്. 1/2 കപ്പ് ചേർത്താൽ മധുരം ഇച്ചിരി കുറവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കയറി കട്ടയാകും അടിയിൽ. അതൊരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് കട്ടയായി തുടങ്ങും. കണ്ടോ, ഇത്രയും മതി. നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇവിടെ ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാനിത് നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റുവാണേ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ടെന്ന്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ ഞാൻ ബ്ലാക്ക് റേസിൻസും യെല്ലോ റേസിൻസും പിന്നെ കാഷ്നട്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ പിസ്തയോ ആൽമണ്ട്സോ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ ഞാനിവിടെ ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്സും ആപ്പിളും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മാംഗോയോ മാതളവോ പിന്നെ പഴവോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്തായാലും ഇത് തണുത്തതിന് ശേഷം നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷമേ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും ഫ്രഷ് ഫ്രൂട്ട്സ് ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 20 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. അത് നമുക്ക് നോർമലായിട്ട് തണുത്താൽ വേണമെങ്കിലും കഴിക്കാം, ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ്. അതിൽ പിന്നെ ഫ്രിഡ്ജ് വെച്ച് ചില്ലായിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.